അനന്തു, ബില്ലിൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തേക്ക്. നീങ്ങ് വന്നേ. ഇപ്പൊ നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ? അവളെ അവൻ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുറപ്പല്ലേ? അത്രത്തോളം അവരുടെ ബന്ധം വളർന്നു കഴിഞ്ഞു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. അല്ലെങ്കിൽ അവൻ ഇനിയും നമ്മൾ അഴിച്ചുവിട്ടേനെ. ഇനി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവര് മുന്നോട്ട് പോയ അപ്പച്ചി. അതേപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റണം. അതാ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ വളർത്തിയ അനന്തരവനല്ല ഇപ്പൊ മുന്നിൽ. എന്റെ വാക്ക് കേൾക്കാത്ത, എന്റെ വാക്കിന് ഒരു വിലയും തരാത്ത അനന്തരവനാ. അവനോട് എനിക്കിനി ഒരു സഹതാപവും ഇല്ല. കയ്യും കാലും കെട്ടിയിട്ടാണെങ്കിലും എന്റെ മോളുടെ കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിക്കും ഞാൻ. സാധുവാണെന്ന് അഭിനയിച്ചിട്ട് കാര്യം നേർന്നോളെ കാർത്തു. അതുകൊണ്ട് അപ്പച്ചി എന്ത് പറഞ്ഞാലും ചെയ്താലും അവൾ മിണ്ടാതെ നിൽക്കുന്നത്. അതാണ് അവളുടെ തുറുപ്പിയിട്ട്. ആ ചീട്ടൊക്കെ ഞാൻ കീറിക്കോളാം. നീ പോയി ബില്ലടിച്ചിട്ട് വാ. ബില്ലെടുത്തോ? പ്രിപ്പയർ ചെയ്യാണ്. എനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാത്തിനും പഴി കേൾക്കേണ്ടി വരുന്നത് ആ പാവം പെൺകുട്ടിയായിരിക്കും. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ദേവ കാണാത്തത് നിന്റെ ഭാഗ്യം. കിടന്നത് മതി, എഴുന്നേറ്റോ, പോകാം. ഡിസ്ചാർജ് ആയി, എന്നിട്ട് ഒരു ദിവസം കൂടി നീ നീട്ടി വാങ്ങിയല്ലേ? ആക്സിഡന്റ് ആയി കൈയൊടിഞ്ഞത് ഇപ്പൊ ഭാഗ്യമായിട്ട് കരുതായിരിക്കും നീ. കാര്യങ്ങൾ ഇത്രത്തോളായിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? നീ രണ്ടും കൽപ്പിച്ചാണെങ്കിലേ ഞാനും അങ്ങനെ തന്നെയാ. കല്യാണ ലെറ്റർ അടുപ്പിച്ചു, വിളിയും തുടങ്ങി. എന്നിട്ടും അവൻ അവളെ കാണണം. ബൈക്കിൽ നിന്ന് വീണത് അവളുമായിട്ട് സംസാരിച്ചപ്പോ എന്നിട്ടും പഠിച്ചില്ല. 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് അവളോട് വരാൻ പറഞ്ഞിരിക്കുന്നു. അപ്പച്ചി, ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഇനി ഒന്നും പറയണ്ട. നിനക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത് ഏട്ടത്തിയുടെ സ്വഭാവ. എന്തിനാ ഏട്ടത്തി ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്? ഞാനൊന്നിനും കൂട്ടു നിൽക്കുന്നില്ല ദേവേ. ആ പെങ്കുച്ച് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോഴും ഏട്ടത്തിക്ക് അറിയില്ലായിരുന്നോ? മഞ്ജു ഒരുപാട് തവണ പറഞ്ഞു ഏട്ടത്തിക്കെല്ലാം അറിയാന്ന്. എന്നിട്ടും ഞാൻ അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയും മകനും അറിഞ്ഞു വച്ചുള്ള കളിയാണെന്ന്. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പച്ചി. എന്നാ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യടാ, അറിഞ്ഞില്ല എന്ന്. എന്താടാ സത്യം ചെയ്യാത്തത്? അപ്പച്ചി എന്താ കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ എന്തിനാണ് ഒച്ച കൂട്ടിയത്? നീ സത്യം ചെയ്യില്ല. കാരണം ലതികേടത്തിക്ക് എല്ലാം അറിയാം. ഏട്ടത്തിയെ വിളിച്ചോണ്ട് നീ ഒരു ദിവസം നിന്റെ ജോലി സ്ഥലത്തേക്ക് പോയല്ലോ. അന്ന് ഏട്ടത്തി എല്ലാം അറിഞ്ഞു കാണും. എന്നിട്ടാ ഇപ്പൊ എന്നെ വീട്ടിയാക്കുന്നത്. എന്നോട് ഇവനൊന്നും പറഞ്ഞില്ല ദേവേ. ഒന്ന് ചുമ്മാതിരിക്ക ഏട്ടത്തി. ഏട്ടത്തി ഒരു പാവ. അത് മനസ്സിലാക്കിയിട്ട് ഇവനെല്ലാം പറഞ്ഞു ഏട്ടത്തിയോട്. അതിനി മാറ്റി പറയാൻ ശ്രമിക്കണ്ട. എഴുന്നേക്കടാ. ഇനി ഒരു നിമിഷം നീ ഇവിടെ കഴിയാൻ പാടില്ല. അതുപോലെ തന്നെ അപകടം ഉണ്ടായി പരിക്ക് പറ്റിയവൻ ഇനി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ദിവസമായിരിക്കും, നിന്റെ കല്യാണ ദിവസം. അതിനു മുൻപ് നീ വീടിന്റെ ഗേറ്റ് കടന്ന് പോവില്ലടാ. ഒരു കാരണവശാലും പോവില്ല. ഏട്ടത്തി, എടുക്കാനുള്ളൊക്കെ എടുത്തോ.
ഒടിഞ്ഞ കൈയുമായിട്ട് പുറത്തിറങ്ങി പോകരുത്. അകത്തിരുന്നോണം വിവാഹം കഴിയുന്നവരെ. നടക്ക്. എന്നെ പിടിക്കണ്ട, നാളത്തോടെ കൈ ശരിയാവും. നീയൊക്കെ വീഴുമ്പോ പിടിച്ചു നടത്തിയും തലോടിയാടാ ഇവിടം വരെ എത്തിച്ചത് അപ്പച്ചിയും അമ്മയും ഒക്കെ. അത് മറന്നു ജീവിക്കുന്നതാ വേദന. നീ വാ മോനെ. എന്തായി കാര്യങ്ങള്? അനന്തൊന്നും പറഞ്ഞില്ലേ? ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ ഒന്നും പറയാതെ അനന്തേട്ടൻ കട്ട് ചെയ്തു. ഒരുപാട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പം മുതൽ ഞാൻ സിറ്റൗട്ട് തന്നെ ഇരിക്കുമായിരുന്നു വിവരങ്ങളൊന്നും അറിയാൻ. അറിയാനൊന്നുമില്ല. അവൾ അവിടെയും വന്നു. കാർത്തിക ഹോസ്പിറ്റലിലോ? അതെ. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അരുണിനെ വന്ന് കണ്ടപ്പോ അവൾക്ക് തലചുറ്റല്. BP കൂടിയെന്ന്. ചുമ്മാതെയാ. അവൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കണം, അരുണിനെ കാണണം. അതിനുവേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ നാടക. അവള് കൊള്ളാലോ. നമ്മളൊക്കെ ചിന്തിച്ചതിനപ്പുറത്താ ആ സാധനം. കൂട്ടിന് അരുണിന്റെ കൂട്ടുകാരൻ വക്കീലും വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവളോട് കയർത്തപ്പോ അവന്മാർക്കായിരുന്നു വിറയല്. ഡോക്ടർ അവനോട് ഡിസ്ചാർജ് ആവാൻ പറഞ്ഞതാ. എന്നിട്ട് ഒരു ദിവസം കൂടി കിടക്കണമെന്ന് അവൻ തന്നെ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് അവൻ മനഃപൂർവ്വം ബൈക്കിൽ നിന്ന് വീണിട്ട് കൈ ഒടിച്ചതാണെന്ന് തോന്നുമല്ലോ. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിച്ചതിനേക്കാൾ വളർന്നു കഴിഞ്ഞു അവര് തമ്മിലുള്ള അടുപ്പം എന്ന് കരുതി നിശ്ചയിച്ച വിവാഹം മാറ്റരുതമ്മേ. അവൾ ഈ വീടിന്റെ മരുമകളായ പിന്നെ ഈ വീടിനകത്ത് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഒരു നിമിഷം പോലും ഈ വീടിനകത്ത് ജീവിക്കാൻ പറ്റില്ല. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് പിന്നെ ഈ വീടിനകത്തേക്ക് വരാൻ പറ്റുമോ? അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാ ഒരുത്തൻ കളിക്കുന്നത്. അവനൊരു നല്ല തറവാട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു ന്യായീകരണമെങ്കിലും ഉണ്ടായിരുന്നു. ഇത് 4 ആൾ അറിഞ്ഞാൽ പറയാനൊരു അഡ്രസ് പോലും ഇല്ല. ആര് പറഞ്ഞു ഇല്ലാന്ന്? കഞ്ചാവ് കേസിൽ പ്രതിയായ ജയിൽപുള്ളിയുടെ അനിയത്തിയാ. അങ്ങനെ ഒരു മേൽവിലാസം അവൾക്കുണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? അമ്മായി എല്ലാത്തിനും കൂട്ടാണെന്നാ തോന്നുന്നേ. അതെ അപ്പച്ചി, അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയാമെന്ന് എനിക്കും തോന്നി. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കൊന്നറിയാം. അവനും അവളും തമ്മിൽ ഒന്നിച്ച് ജീവിക്കില്ലെന്ന്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സൂത്രക്കാരി കണ്ടിട്ടില്ല. പഞ്ചപാവത്തെ പോലെ അഭിനയിച്ചിട്ടും നല്ല തറവാട്ടി പിറന്ന പയ്യന്മാരെ വല വീശി പിടിക്കുന്നവളാ. അച്ഛൻ ഏതാ അമ്മ ഏതാന്ന് അറിയാത്ത ഒരുത്തിയാ. അവക്കിത് ബിസിനസ് ആയിരിക്കും. എന്നാൽ നമുക്കിത് അങ്ങനെയല്ലല്ലോ. ഒരു കോർത്തു. ഡിസ്ചാർജ് ആണ്, പോയിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ബില്ലടച്ചിട്ടാ വരുന്നത്. നടന്നൊന്നിനി ഓർക്കണ്ട മോളെ. അവരുടെ പത്രാസ് കാണിച്ചു എന്ന് കരുതിയാ മതി. അരുൺ സാറിന് വിഷമമൊന്നും ഉണ്ടാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ പപ്പേട്ടാ. ചില തീരുമാനങ്ങൾക്ക് എടുക്കാനുള്ള സമയമായി കാർത്തു. കുറച്ചൊക്കെ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നുകൂടെ സംസാരിക്കണം. അവര് നിശ്ചയിച്ച വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മൾ വ്യക്തമായ തീരുമാനമെടുക്കാൻ അതിലും കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് കരുതണം. എന്ത് തീരുമാനം? അതൊന്നും ഇപ്പോ കാർത്തുവിനോട് പറയുന്നില്ല. അവനെന്തായാലും മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കില്ല. ഇനിയിപ്പോ കാർത്തു ഒഴിഞ്ഞു നിന്നാലും അതിനുള്ള സാധ്യതയില്ല. മോള് ഞങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. പിന്നെ പോകുന്ന വഴി ഞാൻ എന്റെ വീട്ടിലിറങ്ങും. നയനയാണെങ്കിൽ വിളിയോട് വിളി. മോളെ കൊണ്ടാക്കാൻ സാറിനൊപ്പം ദീപനും ഉണ്ടാവും. എന്നാ പിന്നെ ഇറങ്ങാം.
എനിക്കൊരു സമാധാനം ഇല്ലടാ. കാർത്തു ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണുമോ? അറിയില്ല. എന്നെ എല്ലാവരും സംശയിക്കുക. ഇങ്ങനെ പോയാൽ മിക്കവാറും കാർത്തുവിനെ പോലെ BP കയറി ഞാനും ആശുപത്രി കിടക്കും. എനിക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല, ഉറങ്ങാനും. ദേവിയോട് എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. ഇതെങ്ങനെ പരിഹരിക്കൂടാ മോനെ? അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് പറയാനാ? എല്ലാം ചെയ്തു വെച്ചത് നീയല്ലേ, പിന്നെ നീയല്ലേ പറയേണ്ടത്. എന്നെ വിഷമിപ്പിക്കാതെ അമ്മയൊന്ന് പൊക്കെ. അച്ഛനമ്മമാരെ മക്കൾ അനുസരിക്കും എന്ന് കരുതി അവരെ ആരും അടിമകളാക്കാറില്ല ഒരച്ഛനും അമ്മയും. അങ്ങനെ ആക്കിയാൽ തന്നെ മക്കൾ അതിനെ മറികടക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ അപ്പച്ചി ചെയ്യുന്ന എന്താ? അപ്പച്ചിയുടെ മുമ്പില് ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയില്ല. എന്ത് പറഞ്ഞാലും പഞ്ചപുച്ഛം മടക്കി ഇന്ന് അനുസരിച്ചോളണം. കൊറേയൊക്കെ ആവുമ്പോ മടുക്കുമേ. എന്നാലേ നീ തലയുയർത്തിപ്പിടിച്ചെന്ന് സംസാരിക്കേ. അതിന് കഴിയുന്നില്ലല്ലോ, അതാണല്ലോ എന്റെ പരാജയം. നിന്റെ പരാജയം അതൊന്നുമല്ല. ഈ വീടിന്റെ സാഹചര്യം എന്താണെന്ന് നിനക്കറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ അവളുടെ കഴുത്തി താലിയിട്ട് കൊടുക്കുകയും ചെയ്തു. അവിടൊക്കെ അവള് തീർത്തും നിരപരാധിയാ. പാവപ്പെട്ട ഒരു പെൺകൊച്ച്, അനാഥ പെൺകുട്ടി. അവളുടെ ശാപം പിടിച്ചു പറ്റിയാ ഇനിയിപ്പൊ നീ മാളുവിനെ കല്യാണം കഴിച്ചാലും നിനക്ക് നല്ല ദാമ്പത്യ ജീവിതം കിട്ടില്ല. കാർത്തു അല്ലാതെ മറ്റൊരു പെൺകുട്ടി എനിക്കൊപ്പം ജീവിക്കില്ലമ്മേ. ആ ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അയാളുടെ കഴുത്തിൽ താലി കെട്ടിയതും. എനിക്കറിയത്തില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. എന്നാ എനിക്കറിയാം, ഇതിന്റെയൊക്കെ അവസാനം കാർത്തു അമ്മയുടെ മരുമോളായി ഇവിടേക്ക് വരും. അതിനുള്ള സാഹചര്യവും വന്നു ചേരും. എത്ര നിസ്സാരമായിട്ട് നീ ഇത് പറയുന്നത്? എടാ, ആ കൊച്ചിന് ഇനി പ്രഷർ കുറയത്തില്ല, കൂടി കൂടി വരത്തേയുള്ളൂ. എന്ന് വെച്ചാ അതുപോലെ മനപ്രയാസം ഉള്ളിൽ കൊണ്ടു നടക്കുക. അമ്മ എടുത്തു വരുന്നുണ്ട്. ആർക്കാ മനപ്രയാസം? ഇവനാണോ? അമ്മായി ഇവനൊപ്പം നിക്കണ്ട കേട്ടോ. എല്ലാവർക്കും സംശയമുണ്ട് അമ്മായിക്ക് ഇതൊക്കെ നേരത്തെ അറിയാവോന്ന്. നീ കാരണം അമ്മായി പോലും ഇപ്പൊ കള്ളം പറയുവാടാ. അങ്ങനെ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ആ രീതിയിലേക്ക് മറ്റുള്ളവർ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക. എന്നാലും നിന്നെ പോലെ കുടുംബത്തുള്ളവരെ ചതിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ലടാ. ഞാൻ ഏത് രീതി ചതിച്ചെന്നാ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റാണോ? സ്വന്തം കുടുംബത്തെ കുറിച്ച് അറിയാമായിരുന്നിട്ടും അതൊക്കെ മറന്നിട്ട് തന്നിഷ്ടത്തിന് ഒരുത്തിയെ, അതും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിയെ പ്രേമിച്ചതും അതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നതും തെറ്റ് തന്നെയാടാ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. അതിൽ ന്യായീകരണം ഒന്നുമില്ല. ഇപ്പോഴും അവന്റെ മനസ്സിൽ അവള് തന്നെയാ. മാളുവിന്റെ കാര്യം ദേവ പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പിന്നെ ഇവന് അവളെ ഓർത്തിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ അടുക്കളക്കാരിയായിട്ട് വന്നവളെ മരുമകളായിട്ട് വിളിച്ചു കയറ്റും. അമ്മായി തന്നെ ഇവന് കൂട്ട്. എന്റെ അമ്മ അങ്ങോട്ടൊന്ന് മാറിയപ്പോ അമ്മായി കൂട്ടിരിക്കാൻ പോയി. ആ സമയത്ത് മരുമോളെ കൊണ്ടുപോയി കാണിച്ചു കാണും ഇവൻ. കാണിച്ചു? അതെന്താ? എനിക്കൊന്നുമില്ലടാ. എന്റെ അമ്മ വരുമ്പോഴും ഇതുപോലെ നീ ചാടി തുള്ളിയാ മതി. മഞ്ജു, നീ ഇവനെ ശല്യം ചെയ്യട്ടെന്ന് പോയേ. ആവശ്യമില്ലാതെ ഓരോന്ന് സംസാരിച്ച് വഴക്കാവണ്ട. ഇവനിപ്പോ ശല്യമില്ലാത്ത ഒരാളേ ഉള്ളൂ. അവളാ ഇപ്പൊ ആശുപത്രി കിടക്കുന്നത്. അങ്ങോട്ട് പോയി അവളെ വലിച്ചു കയറാൻ തോന്നുവാ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക ഇതിനകത്ത് ഇരുന്നിട്ട്. കുറച്ചു ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നാ മതിയായിരുന്നു. ഇതെന്തൊക്കെയാ അമ്മ സംഭവിക്കുന്നേ? അവര് തമ്മിൽ ഇത്ര അടുപ്പമുള്ളപ്പോ അരുണേട്ടൻ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവൾക്ക് അസുഖമൊന്നും കാണില്ല. മനഃപൂർവ്വം അരുണേട്ടൻ തന്നെയായിരിക്കും അവളെ അവിടെ അഡ്മിറ്റ് ആക്കിയത്, പരസ്പരം കാണാൻ. മോൾ അതൊന്നും കാര്യാക്കണ്ട. ഇങ്ങനൊരു അപകടം ഉണ്ടായതുകൊണ്ട് ഇനി അരുൺ വീട്ടിൽ തന്നെ കാണും. പിന്നെ വിവാഹത്തിന് വളരെ കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ വിവാഹം നടക്കും അമ്മേ. അവൾ ഈ നാട്ടിൽ നിന്ന് പോയി കാണുമോ?
അമ്മയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോ അവൾ ഇവിടെ എത്തിയെങ്കിൽ അവൾ ഈ നാട്ടിൽ തന്നെയാ താമസം. വീട്ടിൽ നിന്ന് അരുണേട്ടൻ പുറത്തു പോയതും അവളെ കാണാൻ തന്നെ ആയിരിക്കും. മോള് കടന്നൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയിട്ട് ഇനി ഒന്നും വേണ്ടാന്ന് വെക്കില്ല ഞാൻ. അവനെന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അധികം സാഹസത്തിനൊന്നും മുതിരില്ല. മോൾക്ക് കടുത്ത നിരാശയുണ്ടെന്നറിയാം. അതുകൊണ്ട് അവന് വേണ്ടാന്ന് മോൾ പറയരുത്. എനിക്ക് അരുണേട്ടന് വേണം, പക്ഷെ കിട്ടുമെന്ന സംശയം. അമ്മ ജീവിച്ചിരിക്കുമ്പോ മോൾക്ക് അവനെ നഷ്ടപ്പെടില്ല. മോള് വരുണും ഒന്നിക്കരുതെന്നാണല്ലോ ആഗ്രഹം. അവൻ ചിലപ്പോ പറഞ്ഞു കാണും നിങ്ങളോട് കാര്യങ്ങളൊക്കെ. പറയട്ടെ, അവനെ ആര് സപ്പോർട്ട് ചെയ്താലും എന്റെ ഭാഗമേ ജയിക്കൂ. ഞാനൊന്നിലും ഇടപെടുന്നില്ല. താൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലതികേട്ടത്തെ വിളിച്ചു. അവര് വിവരങ്ങളെല്ലാം പറഞ്ഞു. കേട്ടപ്പോ സന്തോഷായോ? അതിനുശേഷം അരുണിനെ വിളിച്ച് അഭിനന്ദിച്ചോ? സ്വന്തം മോള് വേദനിച്ചാലും ഞാൻ പരാജയപ്പെടുന്നാണല്ലോ നിങ്ങളുടെ സന്തോഷം. എന്നാ കേട്ടോ, അവസാനം ജയിക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. മോളെ, ഒരാളെ നിർബന്ധിച്ചും തല്ലിയും വഴക്കു പറഞ്ഞും നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് ശാശ്വതമല്ല. അത്തരം ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കത്തുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അരുണും കാർത്തുവും തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം അടുത്തു കഴിഞ്ഞു. എന്നാ കുറച്ചുകൂടി അവരടുക്കട്ടെ. അതിനു വേണ്ടിയുള്ള ഉപദേശങ്ങൾ അച്ഛൻ അരുണേട്ടന് കൊടുക്ക. ഒരു പ്രതിസന്ധി വരുമ്പോ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ആ നേരത്ത് മറുഭാഗത്തെ ന്യായീകരിക്കും, അങ്ങോട്ട് ചായും. ഭാവിയിൽ വേദനിക്കാതിരിക്കാനാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്റെ വേദന അരുണേട്ടനെ നഷ്ടപ്പെടുന്നതാ. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അച്ഛൻ അരുണേട്ടനൊപ്പം നിൽക്കില്ലായിരുന്നു. ഇതിപ്പോ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഞങ്ങള് മക്കൾക്ക് ഒരുപോലെയാ. കട പൂട്ടിയിട്ട് ഞാൻ വരാനിരുന്നതാ. അപ്പോ പപ്പേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അരുണിന്റെ അപ്പച്ചിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? കാർത്തൂന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പച്ചി സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അരുണിന്റെ അമ്മ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു. ഇവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന്. എന്നിട്ടും അപ്പച്ചി പിന്മാറിയില്ലേ? എവിടെ പിന്മാറാനാ? അവരുടനെ തന്നെ അരുൺ സാറിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയി. കാര്യങ്ങൾ കൂടുതൽ വഷളാവുക. ഇനിയിപ്പോ അവസാന കളിക്ക് മുതിർന്നേ പറ്റൂ. ഒന്നും വേണ്ട സാറിന്റെ അപ്പച്ചി പറയുന്ന പോലെ കേട്ടോട്ടെ. സാറിന് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ സമനില തെറ്റിയാ മോൾ അങ്ങോട്ട് ഓടിപ്പോയത്. എന്നിട്ടാ അപ്പച്ചി പറയുന്നത് പോലെ കേട്ടോട്ടെ എന്ന് പറയുന്നത്. മോള് വാ, നല്ല ക്ഷീണമുണ്ട് മോത്ത്. നിങ്ങളിരിക്കെ, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. വേണ്ട ഏട്ടത്തി, കാർത്തൂന് കഞ്ഞിയോ മറ്റോ റെഡിയാക്കി കൊടുക്ക്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വാ മോളെ. ഇനിയിപ്പോ എന്താ സാറാ ചെയ്യേണ്ടത്? സാർ വക്കീലായതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ പറ്റുമല്ലോ? വഴികൾ പലതുണ്ട്. അത് പക്ഷേ അരുണിനെ അറിയിക്കണം. ഇനി ഫോൺ വിളിച്ചാൽ കിട്ടില്ല. പിന്നെ നേരിട്ട് കണ്ടേ പറ്റൂ. അതെപ്പോ വേണമെന്ന് നോക്കാം. ഏതായാലും ദീപം വാ. ഇനിയിപ്പോ എങ്ങോട്ടാ അരുൺ സാറിന്റെ പോക്ക്? വല്ല നിശ്ചയമുണ്ടോ? അറിയില്ല. അവരൊരു ഒന്നൊന്നര അപ്പച്ചി ഏട്ടാ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും കുഴപ്പക്കാരിയാ. അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ അരുൺ സാർ കാർത്തൂനെ സ്നേഹിച്ചെന്നാ കണ്ണൻ ചോദിക്കുന്നത്? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടേട്ടാ. ശരിക്കും അരുൺ സാറിന് പറ്റിയ വീഴ്ച തന്നെ അത്. സാറിന്റെ വിവരങ്ങൾ അറിയാൻ ഇപ്പൊ എന്താ മാർഗം? അപ്പച്ചി കാര്യങ്ങൾ ഇനി കുറച്ചുകൂടെ കടുപ്പിക്കും. എന്താ വക്കീൽ സാർ പറഞ്ഞത്? വക്കീലിന് സാറിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ അറിയാം. അതുകൊണ്ട്
കാര്യങ്ങൾ പരിങ്ങലിലാണെന്നാ സൂചിപ്പിച്ചത്. ഈ അപ്പച്ചി ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സ്ത്രീയായിരുന്നെങ്കിൽ നമുക്ക് പോയി വരട്ടാമായിരുന്നു. പക്ഷെ ഇവിടെ അരുൺ സാറിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന കൂട്ടത്തിലാ അവര്. സ്നേഹിച്ചതും വളർത്തിയതൊക്കെ അവസാനം ഇതുപോലെ അധികാരം കാണിക്കാനല്ലേ, സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനല്ലേ. അതും ശരിയാ. ദീപന്റെ അഭിപ്രായം എന്താ? കാർത്തൂന് അരുൺ സാറിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല ഏട്ടാ. അരുൺ സാറ് കാർത്തു അല്ലാതെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം ജീവിക്കൂ? അങ്ങനെ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരിക്കലും കാർത്തൂനെ വിട്ടിട്ട് അരുൺ സാറിന് ഒരു ജീവിതമില്ല. നോക്കിക്കോ ഏട്ടാ, ഇതിന്റെയൊക്കെ അവസാനം അരുൺ സാർ അവിടുന്ന് ഒരു മുങ്ങും. എന്നിട്ട് കാർത്തൂനെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും മാറി താമസിക്കുകയും ചെയ്യും.